ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജനകൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി റോസിൻ്റെ സെയിലും ആയിട്ടാണ്. അപ്പോൾ ഇത് ഡബിൾ ഡിലേറ്റാണ്. ഇടയ്ക്ക് നമ്മളൊരു ഡബിൾ ഡിലേറ്റും ബേബി പാരഡൈസും കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തൊരു റോസായിരുന്നു ഡബിൾ ഡിലേറ്റ് എന്നുള്ളത്. അപ്പോൾ ഇതും ബേബി പാരഡൈസും തമ്മിലുള്ള ഡിഫറൻസ് കാണണമെന്നുള്ളവർ ഞാൻ വീഡിയോ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം, പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് കാണുക, നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് മനസ്സിലാവും. കാരണം നമ്മുടെ ബേബി പാരഡൈസ് തന്നെ ഡബിൾ ഡിലേറ്റ് എന്നുള്ള പേരിൽ വിൽക്കുന്നുണ്ട്. രണ്ട് പ്ലാന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഡബിൾ ഡിലേറ്റ് നിങ്ങളുടെ കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ഇട്ടേക്കാം കേട്ടോ. നല്ലൊരു ഫ്രാഗ്രൻസ് ഉള്ളൊരു ടൈപ്പ് കൂടെയാണ് കേട്ടോ. പിന്നെ രണ്ടാമതായിട്ട് വന്നേക്കുന്നത് അത് ഈ ഒരു റോസാണ്. പനിനീർ റോസിൻ്റെ ചേച്ചി എന്ന് പറയുന്ന ഈ ഒരു റോസാണ്. അടിപൊളി ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ്. നമ്മുടെ പനിനീർ റോസ് പോലെ തന്നെ കമ്പ് വെച്ച് പിടിപ്പിച്ച തൈകളാണ് ഇപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ പനിനീർ റോസ് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് അതിൻ്റെ ഫ്രാഗ്രൻസും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നല്ലൊരു ഫ്രാഗ്രൻസും പനിനീർ റോസിൻ്റെ സെയിം നാച്ചുറൽ തന്നെയാണ് വരുന്നത്. നമ്മുടെ പട്ട് റോസിനേക്കാളും കുറച്ചുകൂടെ പെറ്റൽ കൗണ്ടും കൂടുതലാണ്, വലിപ്പം കൂടുതലാണ്. അതുപോലെ കളർ ഒരു മജന്ത ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ പനിനീർ റോസും പട്ട് റോസും ചേർന്ന് കഴിഞ്ഞാലുള്ളൊരു കളറാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കളറാണ് ഇതിന് വരുന്നത്. നമ്മുടെ സെയിലിനായിട്ടുള്ള തൈകളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അതേ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് പനിനീർ റോസാണ്. ഒത്തിരി പേര് കംപ്ലയിൻറ്റ്സ് പറയുന്നൊരു റോസാണ് പനിനീർ റോസ്. എത്ര വെച്ച് കഴിഞ്ഞാലും പിടിച്ച് കിട്ടാത്തൊരു റോസാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കണ്ടുവന്നിരുന്നൊരു റോസാണ് പനിനീര്. അപ്പോൾ ഇതിൻ്റെ കമ്പ് വെച്ചായിരുന്നു നമ്മൾ കൂടുതലും പിടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറേ പേര് കംപ്ലയിൻറ്റ്സ് പറയുന്നുണ്ട് കമ്പ് വെച്ച് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ ഇപ്പോൾ ഓൺ റൂട്ടഡ് നമുക്ക് കിട്ടും, നാടൻ ബഡ്ഡിങ്ങും കിട്ടും. അപ്പോൾ ഏതായാലും സെയിം ഫ്ലവറിങ്ങും കാര്യങ്ങളും തന്നെ ആയിരിക്കും. നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പനിനീർ റോസ് പെട്ടെന്നൊരു ഉണങ്ങിപ്പോകുന്നൊരു സ്വഭാവമുള്ളൊരു കൂട്ടത്തിൽ കൂടെയാണ് കേട്ടോ. പെട്ടെന്ന് കമ്പ് വെച്ച് പിടിപ്പിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഓൺ റൂട്ടഡ് തൈകളാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നമ്മുടെ ഓർക്കിഡ് റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓർക്കിഡ് റോസിൻ്റെ തൈകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ കുറേ പേര് വീഡിയോയിൽ പ്രൈസ് പറയാത്ത എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ റെയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഇടും ചിലപ്പോൾ. അതിൻ്റെ ഒരു 5 തൈകളൊക്കെ നമ്മുടെ കയ്യിൽ കാണുള്ളൂ. നമ്മളപ്പോൾ ആ വീഡിയോയിൽ പ്രൈസ് പറയുമ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ സ്ഥിരം വാങ്ങുമ്പോൾ ഒരു കൊറിയർ ചാർജ് അവർക്ക് അറിയാമായിരിക്കും. ആ ഒരു എമൗണ്ട് ഗൂഗിൾ പേ ചെയ്തിട്ട് അഡ്രസ്സ് വിട്ട് തരും. നമ്മളിപ്പോൾ വീഡിയോ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ട് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നൊരു 5 പേര് അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ 3 പേർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ കാണിച്ചു. അപ്പോൾ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു 5 പേർക്ക് കാണും. പിന്നെ ചിലരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് പറയുന്ന എമൗണ്ട് മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് പ്ലസ് CC കൂടെ ഇട്ടേക്കും. CC ചിലപ്പോൾ അവരുടെ ഒരു കാൽക്കുലേഷനിൽ ഇട്ടേക്കും. ചിലരാണെന്നുണ്ടെങ്കിൽ കൂടുതലാണെങ്കിൽ ഞാൻ അയച്ചു തരാട്ടോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടേക്കും. ചിലപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള പ്ലാൻസ് കാണില്ല. കാരണം ആദ്യം ഓർഡർ ചെയ്ത് വെക്കലേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നെ നോക്കുമ്പോൾ ഒരു 10 പേരൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 5 എണ്ണം ഉള്ളത് 10 പേര് ഓർഡർ ചെയ്ത് കഴിച്ചാൽ പ്രശ്നമാവും. പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ അയ്യോ ഇത് അവർ ഓർഡർ ചെയ്തത്. അപ്പോൾ അവർ ചോദിക്കുന്ന പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഇത്ര ആൾക്കാർ കണ്ടപ്പോഴാണ് ഞാൻ വന്ന് ഓർഡർ ചെയ്തത്, നിങ്ങൾ മനഃപൂർവ്വം തരാത്തതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കും. നിങ്ങൾ സ്ഥിരം കൊടുക്കുന്നവർക്ക് മാത്രം കൊടുക്കുമോ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് വീഡിയോയിൽ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാത്ത പ്രൈസൊന്നും ഇടാത്തത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആപ്രിക്കോട്ട് റോസുണ്ട്. ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുണ്ട് ഇതും. ഇതിനെയും കുറച്ച് തൈകളാണ് ഓൺ റൂട്ടഡ് അല്ല, നാടൻ ബഡ്ഡിങ്. ഇത് നമ്മുടെ പനിനീർ റോസിൻ്റെ ചേച്ചിയാണ്. ഇതേപോലെ അകത്ത് കണ്ടോ നല്ല ഭംഗിയായിട്ട് വരുന്നതാണ്. ഒരു വല്ലാത്തൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ, ഡാർക്ക് പിങ്ക് ഷെയ്ഡ്. അപ്പോൾ ഇതേ തൈ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ട് ഇതാണ് കേട്ടോ തൈകളുടെ വലിപ്പം എന്ന് പറയുന്നത്. ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ളൊരു ഹൈറ്റാണ് കേട്ടോ കാണിക്കുന്നത്. ചിലപ്പോൾ ഓരോ പ്ലാന്റ്സിനും ഓരോ ഹൈറ്റ് ആയിരിക്കും. എല്ലാം ചിലപ്പോൾ ഇങ്ങനെ വരണമെന്നില്ല. ഇതിനകത്ത് തന്നെ ചിലപ്പോൾ ഇച്ചിരി ഹൈറ്റ് കുറഞ്ഞതൊക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഇത്ര സൈസാണെന്നും വിചാരിക്കരുത്. പിന്നെ അതുള്ളത് നമ്മുടെ റിച്ച് റെഡാണ്. റിച്ച് റെഡ് റോസാണ്. നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ്. ഇതും നമ്മുടെ ഇംഗ്ലീഷ് റോസൊക്കെ പോലെ അകത്ത് കാണപ്പെടുന്നൊരു റോസാണ്. അടിപൊളി വെറൈറ്റിയാണ്. നല്ല വലിപ്പമുള്ള പൂക്കളാണ്, ബഞ്ചസായിട്ട് പൂക്കൾ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു.